കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയുടെ മാത്തമാറ്റിക്കൽ ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ചോദ്യങ്ങളാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ആകെ 10 ചോദ്യങ്ങളുള്ളത്. ആ 10 ചോദ്യങ്ങളും ഞാനിവിടെ പറഞ്ഞു തരാം. കോഡ് ബി ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് ബിയുടെ ഉത്തരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ ആ കണക്കിൻ്റെ ഉത്തരങ്ങളിലേക്ക്, ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെല്ലാം ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ സ്പീഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം. സ്പീഡ് കുറവായിട്ട് തോന്നിയാൽ സ്പീഡ് കൂട്ടി വയ്ക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അതിനെല്ലാമുള്ള സാധ്യതകൾ യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം എങ്ങനെയാണ്? സാമാന്ത്രികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ യഥാക്രമം 5 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അറിയണം ഇത് ചെയ്യുന്നതിന് മുമ്പ്. എന്താണ് സാമാന്ത്രികം? വശങ്ങൾ സമാന്തരമായി പോകുന്ന അല്ലേ ഒരു രൂപം, ഒരു ജ്യാമിതീയ രൂപം. ഇതാണ് സാമാന്ത്രികത്തിൻ്റെ ഏകദേശ രൂപം. സാമാന്ത്രികത്തിന് പേരുണ്ട്, ABCD. ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? AB AD, അതായത് AB എന്ന് പറയുന്ന വശം, AD എന്ന് പറയുന്ന വശം, ഇതിലേക്ക് ഓരോ ലംബങ്ങൾ ഉണ്ട്. ലംബം എന്ന് വെച്ചാൽ കുത്തനെ 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന നേർരേഖ, അതാണ് ലംബം. അതിൻ്റെ അളവ് തന്നിട്ടുണ്ട്. ABയിലേക്ക് വരച്ച ലംബം, അത് ABയിലേക്ക് വരുന്ന ലംബം, കുത്തനെ വരച്ച ലംബം, അതിൻ്റെ ഉയരം എത്രയും തന്നിട്ടുണ്ട് ഇവിടെ. എത്രയാ? ഇത് 5 സെൻറ്റിമീറ്ററാണ്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം 5 സെൻറ്റിമീറ്ററാണ്. ഇനി പറയുന്നു AD എന്ന് പറയുന്ന വശത്തിലേക്ക്, AD എന്ന് പറയുന്ന വശത്തിലേക്ക് ഒരു ലംബം വരച്ചാൽ അതിൻ്റെ ഉയരം അവിടെ 20 സെൻറ്റിമീറ്ററാണ്. വിസ്തീർണം എന്ന് പറയുന്നത് ഈ സാമാന്ത്രികത്തിൻ്റെ ഉള്ളിലുള്ള പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ സാമാന്ത്രികത്തിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഇതിൻ്റെ ചുറ്റുമുള്ള അളവ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ വശം കിട്ടണം, ഈ വശം കിട്ടണം, ഈ വശം കിട്ടണം, ഈ വശം കിട്ടണം, അല്ലേ? ഈ 4 വശങ്ങളും കിട്ടി അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും, അല്ലേ? മറ്റൊരു പ്രത്യേകത ഈ സാമാന്ത്രികത്തിനുണ്ട്, അല്ലേ? ഇവിടെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. AB എന്ന് പറയുന്ന വശം CD എന്ന് പറയുന്ന വശത്തിന് തുല്യമായിരിക്കും. അപ്പോൾ AB എന്ന് പറയുന്നത് CD എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. തിരിച്ച് AD എന്ന് പറയുന്ന വശം ആരോട് തുല്യമായിരിക്കും, അല്ലേ? BC അല്ലെങ്കിൽ CB, BC എന്ന് പറയുന്ന വശത്തിന് തുല്യമായിരിക്കും. ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്. AB എന്ന് പറയുന്ന വശവും DC എന്ന് പറയുന്ന അല്ലെങ്കിൽ CD എന്ന് പറയുന്ന വശവും തുല്യമാണ്. ഇത്രയും കാര്യങ്ങൾ ഏതാണ്? ഇനി വിസ്തീർണം, സാമാന്ത്രികത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബേസ് ഇൻറ്റു ഹൈറ്റ്, BH, അല്ലെങ്കിൽ മലയാളത്തിൽ പാദം ഇൻറ്റു ഉയരം. പാദം എന്ന് പറഞ്ഞാൽ ബേസ്, അടിയിൽ കിടക്കുന്ന ആൾ, അല്ലേ? ഉയരം. ഇത്രയും നമുക്കറിയാം. ഇനി നമുക്ക് വളരെ എളുപ്പമായിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് AB ബേസ് ആയിട്ട് എടുക്കും. എങ്ങനെ? വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഈ സൂത്രവാക്യം ഉപയോഗിക്കുന്നത് വിസ്തീർണം സമം ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ പാദം ഇൻറ്റു ഉയരം. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? AB എന്ന് പറയുന്നത് ബേസ് ആക്കി എടുത്താൽ നമുക്കിതിൽ ഏതെങ്കിലും 2 സൈഡ് കിട്ടിയാൽ 4 സൈഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡ് കണ്ടുപിടിക്കണം. അതിനുള്ള ക്ലൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ABയിലേക്ക് ഒരു ലംബം വരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉയരമാണ് 5 സെൻറ്റിമീറ്റർ. ആ ലംബത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ സാമാന്ത്രികത്തിനെ AB ബേസ് ചെയ്തുകൊണ്ട് ഈ സാമാന്ത്രികത്തിൻ്റെ ഉയരമാണ്. ഇനി ADയിലേക്കുള്ള ഒരു ലംബം വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ സാമാന്ത്രികത്തിനെ AD ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള ഉയരം. ഓക്കെ, അപ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ, ഹൈറ്റ് തന്നിട്ടുണ്ട്, വിസ്തീർണം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ AB ആണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 160 സെൻറ്റിമീറ്റർ എന്ന്. ബേസ് AB നമുക്കത് അറിയില്ല, അപ്പോൾ AB എന്ന് ഞാനിടുന്നു.
ഇനി അതിലേക്കുള്ള ഉയരം എ ബിനെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള ഉയരം ഇയാൾ എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എ ബിയുടെ നീളം കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി എന്ന് പറയുന്ന ആൾ ഇൻറ്റു 5നെ ഞാൻ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ഇപ്പോൾ ഹരണം 5 ആയി. 160 ഹരിക്കണം 5. 160 ഹരിക്കണം 5. 5 കൊണ്ട് ഹരിക്കാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏത് സംഖ്യനാണോ 5 കൊണ്ട് ഹരിക്കുന്നത് ആ സംഖ്യയുടെ ഇരട്ടി കാണുക. ഇവിടെ 160നെയാണ് 5 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ 160ൻ്റെ ഇരട്ടി 320 ആണ് അല്ലേ? 160ൻ്റെ ഇരട്ടി 320. നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തെ ആൾ കഴിഞ്ഞ് അതിന് തൊട്ട് മുൻപിലായിട്ടൊരു പോയിന്റ് ചേർക്കും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 32.0. 32.0 എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ 32 സെൻറ്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം. എ ബി എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടി 32 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം എതിർവശങ്ങൾ തുല്യമാണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി എ ബി എന്ന് പറഞ്ഞാൽ സി ഡിക്ക് തുല്യമാണ്. എ ബി 32 ആണെങ്കിൽ സി ഡി എത്രയായിരിക്കും? ആ മേലത്തെ സൈഡ് 32 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ 2 സൈഡ് കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ഇതേ ഇക്വേഷൻ ഉപയോഗിക്കും. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ബേസ് അഥവാ പാദം ഇൻറ്റു ഹൈറ്റ് അഥവാ ഉയരം. ഈ സൂത്രവാക്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ആരെയാ? ഈ 2 പേരെ കണ്ടുപിടിക്കണം. അതിനുള്ള ക്ലൂ എന്താ? എ ഡിയെ ബേസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഡി എന്ന് പറയുന്ന വശത്തിനെ ബേസ് ആക്കിയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മറ്റൊരു ഉയരം കിട്ടും അല്ലേ? എ ഡി എന്ന് പറയുന്നത് ബേസ് ആക്കിയിട്ട് എടുത്താൽ അതിലേക്കുള്ള ഉയരമാണ്, അതിൽ നിന്നുള്ള ഉയരമാണ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എ ഡി കിട്ടും. നമുക്ക് എ ഡിയുടെ നീളം കണ്ടുപിടിക്കാം. എ ഡിയോട് എ ഡിയെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഉയരമായ 20 സെൻറ്റിമീറ്റർ ഗുണിച്ചാൽ 160 കിട്ടും അല്ലേ? നമുക്ക് എ ഡി കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? എ ഡിയെ ഞാൻ അവിടെ നിർത്തുന്നു. ഈ ഗുണിക്കണം 20നെ ഞാൻ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 160/20 എ ഡി. 0 0 ക്യാൻസലായി. 16ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. 8 സെൻറ്റിമീറ്റർ ആണ് ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം എ ഡിയും ബി സിയും തുല്യമാണ്. എ ഡി 8 ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും? ബി സിയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. കേടാ, അപ്പോൾ എന്താ? 4 കൂടി കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 2 × 32 + 8 ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 32ഉം 8ഉം 40. ഈ 2 സൈഡ് കൂട്ടിയപ്പോൾ നമുക്ക് 40 കിട്ടി. അപ്പോൾ ഈ 2 സൈഡും കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും. ഈ 2 സൈഡും കൂട്ടിയാൽ 40, താഴെയുള്ള 2 സൈഡ് കൂട്ടിയാലും 40. അപ്പോൾ ടോട്ടൽ എത്രയാണ്? മൊത്തം ഈ 4 സൈഡും കൂട്ടിയാൽ എത്രയാണ്? 40 40 80 സെൻറ്റിമീറ്റർ ആണ് ഈ സാമാന്തരികത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓപ്ഷൻ സി 80 സെൻറ്റിമീറ്റർ ആണ് ശരിയായ ഉത്തരം. അങ്ങനെ നമ്മൾ 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ ക്യൂബ് സ്ക്വയറൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത്. പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ കിട്ടും. ചോദ്യമാണ് ഒറ്റയാനെ കണ്ടെത്തുക. കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്, അതിൽ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട്, അയാളെ കണ്ടുപിടിക്കണം. 8 27 64 100 125 216 343. കൃത്യമായി പഠിച്ചവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എടാ ഇത് എഴുതിയിരിക്കുന്നതൊക്കെ ക്യൂബുകളാണ്, ഒരാൾ ഒഴികെ. നമുക്ക് നോക്കാം. 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. 2ൻ്റെ ക്യൂബാണ് 8. 27 3ൻ്റെ ക്യൂബാണ്. 64 4ൻ്റെ ക്യൂബാണ്. 100 ക്യൂബുകളുടെ പട്ടികയിലില്ല, സ്ക്വയറുകളുടെ പട്ടികയിലാണ്. 10 × 10 ആണ്. 10ൻ്റെ സ്ക്വയറാണ് 100. പക്ഷേ ക്യൂബിൻ്റെ പട്ടികയിൽ ആരില്ല? 100 ഇല്ല. നമുക്ക് ബാക്കി കൂടി നോക്കാം. 125 5ൻ്റെ ക്യൂബാണ്. 216 6ൻ്റെ ക്യൂബാണ്. 343 7ൻ്റെ ക്യൂബാണ്. അപ്പോൾ ആരെ കൂട്ടത്തിൽ പെടാത്തത്? ബാക്കിയെല്ലാം ക്യൂബുകളാണ്. 100 എന്ന് പറയുന്നത് ക്യൂബുകളുടെ പട്ടികയിലില്ല. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 100. നമ്മുടെ 3ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 1 3 5 ഇങ്ങനെ കൂട്ടി പോയിരിക്കാം n വരെ. നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ കിട്ടും ഏത് തരം സംഖ്യകളാണ്.
ഒറ്റ സംഖ്യകളാണ് അല്ലേ. 1, 3, 5, അടുത്തത് 7, അടുത്തത് 9. അങ്ങനെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് മേലെ. താഴെയോ 1, 2, 3 എണ്ണൽ സംഖ്യകളാണ് അല്ലേ. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ നമ്മൾ പഠിച്ചു. 1, 2, 3, 4, 5 അങ്ങനെ n വരെയുള്ള പദങ്ങൾ കൂട്ടിയാൽ കിട്ടുന്നതാണ് താഴെ. അപ്പോൾ മേലത്തെ ആളും താഴത്തെ ആളും ഏത് ടൈപ്പ് സംഖ്യകളാണെന്ന് മനസ്സിലായി. ഇനി തുകയാണ് അല്ലേ, കൂട്ടിയിരിക്കുക ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒറ്റ സംഖ്യകളാണെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകൾ എങ്ങനെ കൂട്ടുക? ഒറ്റ സംഖ്യകളുടെ തുക നിങ്ങൾക്കറിയാം n² ആണ്. മറ്റേത് താഴെ തന്നിരിക്കുന്നത് എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. n × n+1/2 നമ്മൾ പഠിച്ചതാണ്. ഇത് രണ്ടെണ്ണം മതി. ഈ രണ്ട് സൂത്രവാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഞാൻ ഈ ഇക്വേഷനൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് ഓർമ്മയുള്ളവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവും. ഒറ്റ സംഖ്യകളുടെ തുക ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത സംഖ്യകൾ എന്ന് പറയുന്ന ടൈപ്പിൽ ഒറ്റ സംഖ്യകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ മതി ചെയ്യാൻ. അപ്പോൾ എന്താ നമുക്ക് എന്ത് ചെയ്യാം? മേലെയുള്ള ആൾക്ക് പകരം n വരെയുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടിയിരിക്കുന്നത് അല്ലേ. n ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാം n² ആണ്. അപ്പോൾ ഞാൻ ഇത്രയും ആൾക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? n² എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഇത്രയും ആൾക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? താഴെ ഞാൻ എന്ത് എഴുതുന്നു? n × n+1/2. ഓക്കെ, നമുക്ക് രണ്ടാളുകളെ കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. n² ഇതെങ്ങനെയാവണ? n² എന്ന് പറഞ്ഞാൽ n²/1 ആണ്. നേരെ വിൽക്രമം എടുത്തിട്ട് ഗുണിച്ചാൽ മതി. ഹരിക്കാൻ നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? n² × 2/n × n+1 അങ്ങനെയാവും. നമുക്കിതിൽ ആരെ വെട്ടിക്കളയാം? n² എന്ന് പറഞ്ഞാൽ എന്താ? n × n ആണ് അല്ലേ. n × n ആണ് n². നമുക്കിവിടെ കോമൺ ആയിട്ട് ഒരു n പുറത്തുണ്ട്. മേലെയുള്ള ഒരു n വെട്ടിക്കളയാം. ബാക്കി ആരുണ്ട്? 2n n+1 എന്നായി. ആരാണ്? 2n മേലെ കിട്ടി. 2 × n 2n താഴെ ആരാ? n+1. ഇത് എത്രയും തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാ? 12 ആണ് മേലെ. താഴെ ആരാ? 7. ഇതിലേതെങ്കിലും ഒന്ന് സോൾവ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഇത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. എന്താ തന്നിരിക്കുന്നത്? 2n = 12. ഇത് സോൾവ് ചെയ്താൽ n-ൻ്റെ വില കിട്ടും. അല്ലെങ്കിൽ n+1 = 7. എന്താ? ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 12. ഓക്കെ, n എന്ന് പറയുന്ന സംഖ്യയുടെ ഇരട്ടിയാണ് 12. അപ്പോൾ ആരാണ് n? 12ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. നമ്മളെന്ത് ഈ ഇൻറ്റു ഗുണിക്കണം 2-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 12/2 12ൻ്റെ പകുതി എത്രയാ? 12ൻ്റെ പകുതി 6. ഇത്രയും കിട്ടി. അതല്ലെങ്കിൽ ഇത് ചെയ്താലും മതി. ഏതോ ഒരു സംഖ്യയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ 7 കിട്ടി. n-ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 7 കിട്ടിയെങ്കിൽ n ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. 6ൻ്റെ കൂടെ അല്ലേ 1 കൂട്ടിയാൽ 7 കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് 6 എന്ന ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 6. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം എങ്ങനെയാണ്? ഒരു കച്ചവടക്കാരൻ 1 ഡസൻ ബാഗുകൾ 4920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% പുള്ളിക്കാരന് നഷ്ടം സംഭവിച്ചു. അയാൾക്ക് 15% ലാഭം കിട്ടണമെങ്കിൽ പുള്ളി നഷ്ടത്തിലായിരിക്കുന്നത്. അപ്പോൾ 15% ലാഭം കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഈ കണക്ക് ചെയ്യുന്നതിന് മുമ്പ് 1 ഡസൻ എന്ന് പറഞ്ഞാൽ 1 ഡസൻ എത്രയാണ് എന്നറിയാം. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. അറിയുന്നവരുണ്ടാകും, അറിയാത്തവരും ഉണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? 12 ബാഗുകൾ പുള്ളി 4920 രൂപയ്ക്ക് വിറ്റു. എടാ, അങ്ങനെ വിറ്റപ്പോൾ എന്ത് സംഭവിച്ചു? നഷ്ടമാണ് സംഭവിച്ചത്, ലാഭം കിട്ടിയില്ല. എത്ര ശതമാനം നഷ്ടം? 18% നഷ്ടം സംഭവിച്ചു എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ആ ലോജിക്ക് ഒന്ന് വെച്ച് ചിന്തിച്ചേ. മുഴുവൻ എന്ന് പറഞ്ഞാൽ, അതായത് അതിൻ്റെ ആക്ച്വൽ പ്രൈസ് 12 ബാഗിൻ്റെയും യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%.
അല്ലേ? പുള്ളിക്കാരന് ഒരു നഷ്ടവും കിട്ടിയില്ല, ലാഭവും കിട്ടിയില്ല എങ്കിൽ 100%, 0% നഷ്ടം 0% ലാഭം കിട്ടിയാനെ. പക്ഷെ പുള്ളിക്കാരന് 18% കുറവ് വന്നിരിക്കണം. 18% കുറവ് വന്നപ്പോൾ 4920 രൂപയായി. ഒന്ന് ആലോചിച്ചടാ, അപ്പോൾ എത്ര ശതമാനമായിരിക്കും ഈ 4920? 100% എന്ന് പറഞ്ഞാൽ മുഴുവൻ 12 ബാഗിൻ്റെയും യഥാർത്ഥ പൈസ, 12 ബാഗുകളുടെയും യഥാർത്ഥ പൈസ. 12% കുറവ്, 18% കുറവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? മൊത്തം 100ആണ്, അതിൽ നിന്ന് 18 കുറഞ്ഞാൽ 18 പോയി, നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 18 പുറകിലേക്ക് വന്നാൽ 100ൽ നിന്ന് 18 കുറച്ചാൽ കിട്ടും 82% എന്ന് കിട്ടും, അല്ലേ? 100ൽ നിന്ന് നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? 18 കുറച്ചു. 100ൽ നിന്ന് 18 കുറച്ചാൽ 82%. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 4920. നമുക്ക് ചെയ്യാം. 82% എന്ന് പറയുന്നത് എത്രയാ? 4920 രൂപ. ഓക്കെ, ഇനി എന്താണ്? പുള്ളിക്കാരന് 15% ലാഭം കിട്ടണമെങ്കിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്താ? 100%. 15% കൂടി കിട്ടണം എന്ന് വെച്ചാൽ എത്രയായിരിക്കും? യഥാർത്ഥ വില 100ആണ്, 15% കൂടി കൂടണം. യഥാർത്ഥ വില 100, 15% കൂടി കൂട്ടിയാൽ, ഈ 100ൻ്റെ കൂടെ ആ 15 കൂട്ടിയാൽ 115% കിട്ടണം എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ഇപ്പം എന്താണ്? 82% എന്ന് പറയുന്നത് 4920 ആണെങ്കിൽ 115% എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇനി ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തിരുന്നു കുറച്ച്. അത് ശ്രദ്ധിച്ചവർക്ക് ഇനി ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ടീമായിട്ടിരിക്കുന്ന ആൾ, ജോഡിയായിട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ മേലെ എഴുതും. 115 ഗുണിക്കണം 4920. ഒറ്റയ്ക്കിരിക്കുന്ന ആൾ, സിംഗിൾ മൊരട്ട് പസങ്ങളായിട്ടിരിക്കുന്ന ആളെ നമ്മൾ താഴെ എഴുതും. 82നെ താഴെ എഴുതും. വെട്ടി ചെറുതാക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. വെട്ടി ചെറുതാക്കാൻ ഇവിടെ ഉണ്ട്. 82ഉം 492. 82നെ 6 കൊണ്ട് ഗുണിച്ചാൽ, അല്ല നമ്മളിവിടെ 2 വന്നിരിക്കുന്നത്, ഗുണിച്ച് നോക്കി. 6 12 2 1 8 6 48 49. യെസ്, 82നെ 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 492 കിട്ടും. അതായത് 492ൽ 6 82കളുണ്ട്. ഓക്കെ, ഈ ഒരു 0 കൂടി ചേർത്ത് 60 എന്ന് കിട്ടും. നമുക്ക് ഗുണിച്ചാൽ മതി. 115 ഗുണിക്കണം 60. 115 ഗുണിക്കണം 60 ചെയ്യാൻ നമ്മൾ ആദ്യം 6 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് ഉത്തരത്തിലൊരു 0 ഇട്ടാൽ പോരെ? 6 30 0 3 1 × 6 6 3 9 1 × 6 1 × 6 6. അപ്പോൾ 690 എന്ന് കിട്ടി. 6 കൊണ്ട് ഗുണിച്ചപ്പോഴാണെന്ന് മറക്കരുത്. ഒരു 0 കൂടി ചേർത്താൽ 6900. ഇതാണ് എന്ത്? 115% എന്ന് പറയുന്നത് എത്രയാ? നമുക്ക് കിട്ടി 115%. ഇവിടെ ഇതാ 115% എന്ന് പറയുന്നത് 6900 ആണ്. ചോദ്യം എന്താ? ഇത് 12 ബാഗുകൾക്കുമാണ്, അല്ലേ? 12 ബാഗുകൾക്കാണ് 6900 രൂപ. ചോദ്യത്തിൽ എന്താ പറഞ്ഞ? ഈ 12 ബാഗും വിറ്റാൽ 6900 രൂപ കിട്ടണമെങ്കിൽ ഒരു ബാഗ് എത്ര രൂപയ്ക്ക് വിൽക്കണം, അല്ലേ? 15% മൊത്തത്തിൽ ലാഭം കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇത് 12 ബാഗും 15% ലാഭത്തിൽ വിറ്റപ്പോൾ കിട്ടിയ പൈസയാണ് 6900. അപ്പോൾ ഒരു ബാഗിൻ്റെ വില കിട്ടാൻ 12 ബാഗുകൾക്ക് 6900. അപ്പോൾ ഒരു ബാഗിൻ്റെ വില കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് 6900/12 ചെയ്താൽ മതി. വെട്ടി ചെറുതാക്കാനുണ്ടോ നോക്കാം. ഉണ്ട് അല്ലേ? 3 ഘടകമായിട്ട് വരുന്നുണ്ട് രണ്ടിലും. 9 6 9 15. 6 കൂട്ടുമ്പോൾ കിട്ടുന്നത് 3 കൊണ്ട് ഹരിക്കാം. 1 2 3 3 കൊണ്ട് ഹരിക്കാം. 12ൽ എത്ര 3കൾ? 4 3കൾ. 69ൽ എത്ര 3കൾ? 60ൽ എത്ര 3കളുണ്ട്? 20 3കളുണ്ട്. 9ൽ 3 3കളും. അപ്പോൾ 23 3കൾ. 69ൽ 23 3കൾ. അപ്പോൾ നമുക്ക് കിട്ടി 2300നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം. ഇനി 4 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പവഴി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹരിക്കേണ്ട സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക, ഉത്തരമായി.
230 പകുതി എടുക്കാം. 23 പകുതി എടുക്കൽ കുറച്ച് പ്രയാസം, പോയിന്റൊക്കെ വരും, കൺഫ്യൂഷനാവും. അപ്പോൾ 230 പകുതി അല്ലെങ്കിൽ 2300 പകുതി തന്നെ എടുത്തു. 2300 പകുതി, 2000 പകുതി 1000, 300 പകുതി എത്രയാ? 150. അപ്പോൾ 1150 കിട്ടും. ഒരു തവണ പകുതി ഉണ്ടപ്പോൾ ഒരു പ്രാവശ്യം കൂടി പകുതി കാണണം അല്ലേ? 1150 സ്പ്ലിറ്റ് ചെയ്യുക, പകുതി കാണുക, പെട്ടെന്ന് പകുതി കാണാൻ പറ്റുന്നില്ലെങ്കിൽ. അപ്പോൾ 1000 പകുതി 500 പ്ലസ് 100 പകുതി 50 പ്ലസ് ഈ 50 പകുതി 25. എല്ലാം കൂടി കൂട്ടിയാൽ 500ഉം 50ഉം കൂട്ടിയാൽ 550 പ്ലസ് 25 575 രൂപയ്ക്ക് ഒരു ബാഗ് വിറ്റാലാണ് പുള്ളിക്കാരന് 12 ബാഗുകൾ വിറ്റ് കഴിഞ്ഞാൽ 15% ലാഭം കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ പകുതി കണ്ട് പകുതി കാണാൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. 2300 സൈഡിൽ കൊണ്ടുപോവുക, 4 കൊണ്ട് ആ പെട്ടിയൊക്കെ വെച്ച് വരയ്ക്കുക, ഹരിച്ച് നോക്കുക. പഴയ ട്രഡീഷണൽ മെത്തേഡിൽ ഒരു കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും ഉത്തരത്തിലേക്ക് എത്തണം, ശരിയായ ഉത്തരത്തിലേക്ക് എത്തണം. 575 രൂപ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ ചോദ്യം വലിച്ചു വാരി എഴുതിയിട്ടില്ല. ചോദ്യം ശരിക്കും എങ്ങനെയാണ്? പ്ലസ് എന്നത് ഇൻഡു ചിഹ്നത്തെയും ഗുണന ചിഹ്നത്തെയും, കുറയ്ക്കൽ എന്നത് മൈനസ് എന്നത് ഹരണ ചിഹ്നത്തെയും, ഗുണനചിഹ്നം മൈനസ് ചിഹ്നത്തെയും ഹരണചിഹ്നം പ്ലസ് ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു എങ്കിൽ 25 + 5 ഹരിക്കണം 900 - 90 × 100 എന്നതിൻ്റെ വിലയെന്ത്? ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം എന്ത് കിട്ടും? അപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു കണക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? ഇവിടെ തന്നിരിക്കുന്ന ചിഹ്നങ്ങളെയൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം അല്ലേ? ഇയാൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന ആളുകളെ, ക്ലൂവിൽ കൊടുത്തിരിക്കുന്ന ആളുകളെ, ആ ചിഹ്നങ്ങളെ മാറ്റി എഴുതണം. നമുക്ക് എഴുതാം. ആദ്യം 25 നമ്മൾ അതുപോലെ എഴുതി. ഇവിടെ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ആരാ? പ്ലസ് എന്ന് പറഞ്ഞാൽ ഗുണനചിഹ്നം. ഇനി പ്ലസിന് പകരം എന്തിടണം? ഇൻറ്റു ഇടണം. കിട്ടു. അടുത്ത ആൾ 5. അടുത്തെന്താ? ഹരണചിഹ്നം. ഹരണം എന്ന് പറഞ്ഞാൽ കൂട്ടലാണ്. അപ്പോൾ ഹരിക്കുന്ന ചിഹ്നം കണ്ടാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? പ്ലസ് ചിഹ്നം ഇടണം. ഹരിക്കുന്ന ചിഹ്നത്തിന് പകരം പ്ലസ്. അടുത്ത 900 നമ്മൾ എഴുതി. മൈനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹരണച്ചിഹ്നമാണ്. നമ്മളത് ഇടണം. 900 ഹരിക്കണം 90. ഗുണനം എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുന്നതാണ്. 100. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ പരീക്ഷാ പേപ്പറിലും കണ്ടതാണ്. ബോട്ട് മാസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കണക്ക്. ഈ ക്രമത്തിൽ വേണം ചെയ്യാൻ. ഇവിടെ എവിടെയും ബ്രാക്കറ്റ് ഇല്ല, ഓഫ് അല്ലെങ്കിൽ ഓർഡർ ഇല്ല. ഡിവിഷൻ, ഹരണം അല്ലെ? ഈ ക്രമത്തിൽ വേണം ക്രിയകൾ ചെയ്യാൻ. ഹരണമുണ്ട്. 900 ഹരിക്കണം 90. 900 ഹരിക്കണം 90 എത്രയാണ്? 900 / 90 എത്രയാണ് ചോദ്യം? നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. 900 എന്ന് പറഞ്ഞാൽ 90 ഗുണിക്കണം 10 / 90 എത്രയാണ്? 90 ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് 10. അങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ അറിയുന്ന പെട്ടെന്ന് ചെയ്യാം നിങ്ങൾക്ക്. 25 ഗുണിക്കണം 5 പ്ലസ് ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. എത്ര? 10 -100. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്തു. അടുത്തതാരം മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. തന്നിരിക്കുന്നതിൽ ഗുണനം ഉണ്ട്. 25 ഗുണിക്കണം 5. 25 ഗുണിക്കണം 5 നമുക്കറിയാം. ഇനി അറിയാത്തവരെ 25 ഗുണിക്കണം 5 ചെയ്ത് നോക്കുക. ഉത്തരം 125 ആണ്. ബാക്കി ആളുകൾ നമ്മൾ അതേപോലെ എഴുതി. +10 -100. ഇനി എന്താ? അഡീഷൻ, കൂട്ടണം. കൂട്ടണം. ആരൊക്കെ തമ്മിൽ? ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ കൂട്ടണം. 125ഉം 10ഉം കൂട്ടിയാൽ ഉത്തരം 135 -100. ഇനി അവസാനം നമുക്ക് ചെയ്യാനുള്ള ആള് സബ്ട്രാക്ഷനാണ്, കുറയ്ക്കലാണ്. 135ൽ നിന്ന് 100 കുറച്ചാൽ നമുക്ക് കിട്ടും 35. 135ൽ നിന്ന് 100 പോയാൽ ഉത്തരം നമുക്ക് കിട്ടി 35. ഓപ്ഷൻ ബി. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം ഞാൻ വലിച്ചു വരെ എഴുതിയിട്ടില്ല. ചോദ്യം എങ്ങനെയാണ്? ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ കാറ്റിൻ്റെ വാല്യൂ, കാറ്റ് എന്ന് പറയുന്ന ആ ലെറ്ററിൻ്റെ ആ വേർഡിൻ്റെ വാല്യൂ 9, ഡിയർ വാല്യൂ 11. അങ്ങനെയാണെങ്കിൽ ആ കോഡ് ഭാഷ ഉപയോഗിച്ച് എലിഫൻറ്റിൻ്റെ വാല്യൂ എത്രയെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. ഒരു പക്ഷേ ഇന്നത്തെ പരീക്ഷയിൽ
PSC ഉദ്യോഗാർത്ഥികൾ ഒരുപാട് സമയം കളഞ്ഞ ചോദ്യങ്ങളിൽ ഒന്ന് ഇതാകാനാണ് സാധ്യത. ചില ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എങ്കിലും ഭൂരിഭാഗം ആളുകളുടെയും കേസാണ് ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗം ആളുകളുടെയും സമയം ഒരു പക്ഷേ ഈ ചോദ്യം കളഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ചോദ്യം കിട്ടിയാൽ എന്താ ചെയ്യുക അല്ലേ? ആ ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നമ്മൾ എടുക്കും. അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യുക. സ്വാഭാവികമായിട്ടും ആദ്യം അങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവും എല്ലാവരും. C 3 A 1 T 20 D 4 5 5 20 ആണെങ്കിൽ 18 ആണ് 6. ഓക്കെ, നമ്മളിതൊക്കെ കൂടി കൂട്ടി നോക്കും. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 24, ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 18 4 22 10 32. എടാ ഈ 24 എങ്ങനെ 9 അല്ലെങ്കിൽ ഈ 32 എങ്ങനെ 11? കുറേ ആലോചിച്ചിട്ട് നമുക്കൊരു അന്തം കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ചോദ്യം ഇട്ട ആൾ ആ രീതിക്കല്ല ചിന്തിച്ചത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ച രീതി ഞാനിവിടെ പറയാം. കാറ്റിൽ എത്ര ആളുകളുണ്ടെന്ന് നോക്കി. കാറ്റിൽ എത്ര ആളുണ്ട്? ഒരാൾ, 2 ആൾ, 3 ആൾ അല്ലേ? ഈ 3 9 ആകണം. അങ്ങനെ പുള്ളി ചിന്തിച്ചു. 3 9 ആകണമെങ്കിൽ ഒന്നെങ്കിൽ 3ൻ്റെ കൂടെ 6 കൂട്ടാം. പക്ഷെ പുള്ളി ഈ ചോദ്യകർത്താവ് ഈ ചോദ്യം ഇട്ട ആ ലോജിക്കാണ് ഞാൻ പറയുന്നത്. പുള്ളി ചിന്തിച്ചെങ്ങനെയാണ്? ആ 3ൻ്റെ ഇരട്ടി എടുത്തു. ഇരട്ടി എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3ൻ്റെ ഇരട്ടി 6. 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് 9 കിട്ടി. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതിൽ എത്ര പേരുണ്ട്? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4. 4 ആളുകളുണ്ട്. 4ൻ്റെ ഇരട്ടി നമ്മൾ കണ്ടു നോക്കും. 4ൻ്റെ ഇരട്ടി 8. 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11. അപ്പോൾ ഈ ലോജിക്ക് ശരിയാണ്. ഈ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എലിഫൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എത്ര ആളുണ്ട്? 1 2 3 4 5 6 7 8. ചെയ്യുന്ന പരിപാടി എന്താ? 8ൻ്റെ ഇരട്ടി എടുക്കുന്നു. 8ൻ്റെ ഇരട്ടി 16. 16ൻ്റെ കൂടെ 3 കൂട്ടിയാൽ ഉത്തരം 19. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 10⁻x ഗുണിക്കണം 4 ഓൾ ഡിവൈഡഡ് ബൈ 5⁻x. അതിൻ്റെ വാല്യൂ 2�8 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വില എന്ത്? അംഗങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നമ്മളിത് പഠിക്കും. അപ്പോൾ നിങ്ങളിത് അറിയുക, തൽക്കാലം ഇത് അറിഞ്ഞു വയ്ക്കുക. ഒരേ പവർ 2 സംഖ്യകൾക്ക് വരെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, 2ൻ്റെ പവർ 2 ആണ്, 3ൻ്റെ പവറും 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ൻ്റെയും 3ൻ്റെയും കോമൺ പവറായിട്ട് എഴുതാം. 2 × 3 ഓൾ പവർ 2 എന്ന് എഴുതാം. അതായത് എന്താ? 2 × 3 6, 6ൻ്റെ സ്ക്വയർ. ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 സമം 6ൻ്റെ സ്ക്വയർ 36. ഇനി വേണമെങ്കിൽ നോക്കിയോ, 3ൻ്റെ സ്ക്വയർ ഇൻറ്റു 4ൻ്റെ സ്ക്വയർ. നമുക്കെങ്ങനെ എഴുതാം? പവർ രണ്ടിടത്തും 2 ആണ്, സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 ഓൾ പവർ 2 സെയിം ആയാളെ കോമൺ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ 3 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ 12. 12ൻ്റെ സ്ക്വയറാണ്. നോക്കാം. 3ൻ്റെ സ്ക്വയർ 9 ഗുണിക്കണം 4ൻ്റെ സ്ക്വയർ 36. 4ൻ്റെ സ്ക്വയർ 16. ചെയ്ത് നോക്കാം. 16 × 9 144 കിട്ടി ഈ സൈഡ്. നമുക്കറിയാം 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ പവർ എ, വൈ എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ പവറും എ ആണെങ്കിൽ നമുക്ക് എക്സ് ഇൻറ്റു വൈ രണ്ടിൻ്റെയും കോമൺ പവറായിട്ട് എനെ എഴുതാം. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഉത്തരത്തിൽ 2�8 കിടക്കുന്നുണ്ട്. ഇവിടെ 4 തന്നിട്ടുണ്ട്, ഇവിടെ 10 തന്നിട്ടുണ്ട്, ഇവിടെ 5 തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ആളുകളെ ഏകദേശം ഒരുപോലെ ആക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ 10 5 കോമൺ ഘടകങ്ങളുണ്ട്. അപ്പോൾ നമുക്കിതിന് എന്ത് എഴുതാം? 5ൻ്റെയും 2ൻ്റെയും ഗുണിതമായി x എന്ന് എഴുതാം അല്ലേ? 10 ഞാൻ എന്ത് ചെയ്തു? ഒരു എളുപ്പത്തിന് വെട്ടിച്ചേർത്താക്കണക്കൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതി 5 × 2 ഓൾ പവർ x എന്ന് എഴുതി. ഗുണിക്കണം 4. അവിടെ ഉത്തരത്തിൽ 2⁸ ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്. അപ്പോൾ 4നെ 2ൻ്റെ ഏതെങ്കിലും പവറായിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും. 2ൻ്റെ പവർ 2 ആയാൽ അല്ലെങ്കിൽ 2ൻ്റെ സ്ക്വയർ ആണ് 4 നമുക്കറിയാം. അങ്ങനെ എഴുതി. ഡിവൈഡഡ് ബൈ 5⁻x ഞാൻ അതേപോലെ എഴുതി.
ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, കോമൺ ആയിട്ട് പവർ എക്സ് ഉണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആക്കാം. ഇവിടെ ഗുണിക്കലാണ് കേട്ടോ, ഗുണിക്കലായതുകൊണ്ടാണ്, പ്ലസ് ആണെങ്കിൽ ചെയ്യരുത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ 5-നും എക്സ് ആയിരിക്കും പവർ, ഈ 2-നെയും എക്സ് ആയിരിക്കും പവർ. അപ്പോൾ എങ്ങനെ എഴുതാം, 5⁻x ഗുണിക്കണം 2⁻x ഗുണിക്കണം 2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 5⁻x. ഒക്കെ ഗുണിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മേലെ ഒരു 5⁻x ഉണ്ട്, താഴെയും ഒരു 5⁻x ഉണ്ട്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഈ 5⁻x കളഞ്ഞു, ഈ 5⁻x കളഞ്ഞു, ബാക്കി ആരുണ്ട്, ഒരു 2⁻x ഉണ്ട്, ഒരു 2⁻2 ഉണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട്, എത്ര, 2⁻8 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമുക്ക് 2⁻8 എന്നുണ്ട്. അവിടെ ഇനി നിങ്ങൾ വേറൊരു സാധനം കൂടി അറിഞ്ഞു വെക്കണം. ഇപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്താണ്, a⁻m+n ആണ്. അതായത് താഴത്തെ സംഖ്യ സെയിം ആണെങ്കിൽ പവറുകൾ തമ്മിൽ കൂട്ടാം. ഒരു ഉദാഹരണത്തിന് 4ൻ്റെ സ്ക്വയർ ഗുണിക്കണം 4⁻1 എന്ന് പറഞ്ഞാൽ നമുക്ക് 4⁻2+1 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എത്രയാണ്, 4ൻ്റെ സ്ക്വയർ 16 ഗുണിക്കണം 4 സമം 4⁻3 എന്ന് എഴുതാം. 16 ഗുണിക്കണം 4 64ആണ്. 4ൻ്റെ ക്യൂബ് നമുക്കറിയാം 64ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഗതി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. a⁻m ഗുണിക്കണം a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അപ്പോൾ ഇവിടെ നോക്കിയടാ, 2⁻x ഗുണിക്കണം 2⁻2 സമം 8 എന്ന് വെച്ചാൽ എന്താ, 2⁻x+2 അല്ലേ. താഴത്തെ ആൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് മേലത്തെ ആളുകളെ കൂട്ടി എഴുതാം. x+2 എന്ന് പറയുന്നത് 2⁸ ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ, താഴത്തെ ആൾ സെയിം ആണ് അല്ലേ, 2 ആണ് അപ്പുറത്തും ഇപ്പുറത്തും, സമത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ആണ്. അപ്പോൾ നമുക്ക് മേലത്തെ പവറുകളെ മാത്രം എടുത്താൽ മതി. ഇനി ഇവിടെ എഴുതാം, മേലത്തെ പവർ x+2 എന്ന് പറയുന്നത് 8 ആണ്. ഏതോ ഒരു സംഖ്യയുടെ കൂടെ 2 കൂട്ടിയപ്പോൾ 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത്, എക്സ് ഏതാ, +2നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകും അല്ലേ, 8ൽ നിന്ന് 2 കുറയ്ക്കും. നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 6 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആണെങ്കിൽ ആകെ മാർക്ക് എത്ര എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ശതമാനം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കുറച്ച് ക്ലാസ്സുകളിൽ ഓൺലൈനായിട്ട്. അവിടെ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്, രാജു എന്ന് പറയുന്ന കുട്ടിക്ക് 455 മാർക്ക് കിട്ടി. ഇത് 91%, ആകെ മാർക്കിൻ്റെ 91%. എളുപ്പമല്ലേ, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 91% എന്ന് പറയുന്നത് 455 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 100% എത്രയാണ് എന്ന ചോദ്യം. അല്ല, മുഴുവൻ മാർക്ക് എത്രയെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ ടീമായിട്ടിരിക്കുന്ന ആളുകൾ, ജോഡിയായിട്ട് എഴുതാൻ പറ്റുന്ന ആളുകളെ നമ്മൾ വരയുടെ മേലെ എഴുതും. 455 ഗുണിക്കണം 100 ഹോൾ ഡിവൈഡഡ് ബൈ, സിംഗിളായിട്ടിരിക്കുന്ന ആളെ നമ്മൾ വരയുടെ താഴെ എഴുതും 91. ഓക്കെ, വെട്ടിച്ചെറുതാക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിച്ചെറുതാക്കാം, അല്ലെങ്കിൽ ചെയ്യാം. ഇപ്പോൾ 91 ഇവിടെ 5 ഉണ്ട്, നമുക്ക് 5 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കാം അല്ലേ. 1 × 5 ആണ് 5 വരാനുള്ള സാധ്യത. ഇപ്പോൾ 91 ഗുണിക്കണം 5 ചെയ്ത് നോക്കാം. 1 × 5 5, 9 ഗുണിക്കണം 5 45, 455. വന്നറ. അപ്പോൾ 455 വേട്ടാം, നമുക്ക് 91 വേട്ടാം. എത്ര പ്രാവശ്യം, 5 തവണ. അപ്പോൾ 5 × 100 നമ്മുടെ ഉത്തരം, അതായത് 500. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 500 ശരി ഉത്തരം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ നീട്ടി വലിച്ച് എഴുതിയിട്ടില്ല. ചോദ്യം ഇങ്ങനെ, 2018 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2022 ജനുവരി 1 ഏത് ദിവസം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കൂടി ചർച്ച ചെയ്തിട്ടുള്ളൂ കലണ്ടർ എന്ന് പറയുന്ന ഭാഗത്ത്. ഞാൻ പറഞ്ഞിരുന്നു, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇവിടെ ചോദ്യത്തിൽ ജനുവരി 1 ഡിസംബർ 31 ഒക്കെ തന്നിട്ടാണ് ഒരാളെ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ്, എളുപ്പമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം, സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 ഏത് ദിവസമാണോ അതേ ദിവസം തന്നെയായിരിക്കും ഡിസംബർ 31. അതായത് സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ആ വർഷം അവസാനിക്കുന്ന ഡിസംബർ 31 തിങ്കളാഴ്ച ആയിരിക്കും. ഓക്കെ,
ഇനി സാധാരണ വർഷങ്ങളിൽ ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഞായറാഴ്ച ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇപ്പോൾ സാധാരണ വർഷമാണോ ആദ്യത്തെ ദിവസവും ആ വർഷത്തിൻ്റെ ആദ്യത്തെ ഡേയും ഫസ്റ്റ് ഡേയും ലാസ്റ്റ് ഡേയും, അതായത് ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും, സെയിം ആയിരിക്കും. അതാണ് ആദ്യം അറിയേണ്ടത്. ഇനി രണ്ടാമത് അറിയേണ്ട കേസ് അതിവർഷമാണെങ്കിലോ, സാധാരണ വർഷത്തിൻ്റെ കേസ് പറഞ്ഞു. അതിവർഷമാണെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ ഒരു ദിവസം കൂടും. അതായത് ഒരു അതിവർഷത്തിൽ ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ അത് തിങ്കളാഴ്ച ആയിരിക്കും. ഞായറാഴ്ചയാണെങ്കിൽ ഒന്നും കൂടി തൊട്ടടുത്ത ദിവസം തിങ്കൾ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഒരു അതിവർഷത്തിൽ ഫസ്റ്റ് ഡേ ചൊവ്വാഴ്ചയാണെങ്കിൽ അതിൻ്റെ അവസാനത്തെ ഡേ ചൊവ്വാഴ്ചയിൽ നിന്ന് ഒരു ദിവസം കൂടും, ബുധനാഴ്ച. ഈ ലോജിക്ക് വെച്ച് ഈ കണക്ക് ചെയ്യാം. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2018 ജനുവരി 1 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ 2018 എന്ന് പറയുന്നത് സാധാരണ വർഷമാണോ അതിവർഷമാണോ? നമ്മൾ അവസാനത്തെ 2 പേരെ നോക്കും ആ വർഷത്തിൽ. 18 എന്ന് പറയുന്ന ആൾ 4ൻ്റെ ഗുണനപ്പട്ടികയിലുണ്ടോ, അല്ലെങ്കിൽ 4ൻ്റെ ഗുണിതമാണോ, അല്ലെങ്കിൽ 18ന് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റില്ല, ശിഷ്ടം വരും ഹരിച്ചാൽ. അപ്പോൾ ഇതെന്ത് വർഷമാണ്? ഒരു നോർമൽ ഇയർ ആണ്, സാധാരണ വർഷമാണ്. സാധാരണ വർഷത്തിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞു അല്ലേ, ജനുവരി 1 ഏത് ദിവസമാണോ അത് തന്നെയായിരിക്കും 2018 ഡിസംബർ 31. ജനുവരി 1 തിങ്കളാഴ്ച ആയതുകൊണ്ട് ഡിസംബർ 31 തിങ്കളാഴ്ചയായിരിക്കും. കഴിഞ്ഞു. നമ്മൾ അടുത്ത വർഷത്തിലേക്ക് എത്തി. 2019 ജനുവരി 1 ഒരു വർഷം അവസാനിച്ച തിങ്കളാഴ്ച അല്ലേ. 2018 ഡിസംബർ 31 തിങ്കളാഴ്ച അവസാനിച്ചു. അടുത്ത വർഷം തുടങ്ങി. അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വാഴ്ച. 2019 ഏത് വർഷം? സാധാരണ വർഷം. അപ്പോൾ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ചൊവ്വാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച തന്നെ. സെറ്റ്. നമ്മൾ അടുത്തത് 2020 2019 കഴിഞ്ഞാൽ 2020 ജനുവരി 1 ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ് ജനുവരി തുടങ്ങുക അല്ലേ, ബുധനാഴ്ച തുടങ്ങി. അപ്പോൾ ഡിസംബർ 31 ഏത് ദിവസമായിരിക്കും? ചാടിക്കേറി ബുധനാഴ്ച എന്ന് പറയരുത്. കാരണം എന്താ? 2020 എന്ന് പറയുന്ന വർഷം അവസാനത്തെ 2020 അയാൾ ലീപ്പ് ഇയർ അല്ലേ. കാരണം 4ൻ്റെ ഗുണനപ്പട്ടികയിൽ 20 ഉണ്ട്, അല്ലെങ്കിൽ 20നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. അപ്പോൾ 2020 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്, അതിവർഷമാണ്. അതിവർഷം അധികം ഒരു ദിവസം വരും, അത് ഓർത്താൽ മതി. ഇപ്പോൾ ഒരു ദിവസം അധികം വന്നു. ഇപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ അവസാനിക്കുന്നത് എവിടെ? വ്യാഴാഴ്ചയായിരിക്കും അവസാനിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2021 ജനുവരി 1 വ്യാഴാഴ്ച അവസാനിച്ചു. വെള്ളിയാഴ്ച ആയിരിക്കും അടുത്ത ദിവസം, വെള്ളിയാഴ്ച. അപ്പോൾ 2021 എന്ന് പറയുന്നത് സാധാരണ വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 31 ഏത് ദിവസം? വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച തന്നെ. അടുത്തത് 2022 ജനുവരി 1 ഏത് ദിവസം? ഇവിടെ വെള്ളിയാഴ്ച അവസാനിച്ചു. അപ്പോൾ അടുത്ത ദിവസം ഏതാണ്? ശനിയാഴ്ചയാണ് ഉത്തരം. ഓപ്ഷൻ സി. ഞാൻ ഓപ്ഷൻ ഒന്നും നീട്ടി വലിച്ച് എഴുതിയില്ല, ക്ഷമിക്കണം. ഓപ്ഷൻ എ തിങ്കൾ, ഓപ്ഷൻ ബി ഞായർ, ഓപ്ഷൻ സി ശനി, ഓപ്ഷൻ ഡി വെള്ളി. ഓക്കെ, നമുക്ക് കിട്ടി 2022 ജനുവരി 1 ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ശനിയാണ് ശരി ഉത്തരം. അങ്ങനെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആകെ 10 ചോദ്യങ്ങൾ, അതിൽ 10ാമത്തെ ചോദ്യം എങ്ങനെയാണ്? പാറ്റേൺസ് ആണ് അല്ലേ. പാറ്റേൺ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ള പല വഴികളും പല പാറ്റേണുകളും നമ്മൾ പരിചയപ്പെട്ടു. ഒരു ചോദ്യം 3, 7, 16, 35, 74 ഇങ്ങനെ തുടരുന്ന പാറ്റേണിൽ അടുത്ത സംഖ്യ ഏത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി എന്താ? ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കും അല്ലേ. ഇവിടെ 4ആയി, ഇവിടെ 9 കൂട്ടി 16 35 ആകാൻ 19 കൂട്ടി 35 74 ആകാൻ നമ്മൾ 35 9 44 30 74 39 കിട്ടി. ഇവിടെ ഒരു കൃത്യമായിട്ടൊരു പാറ്റേൺ ഇല്ല. ഇതൊക്കെ 9 19 39 എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ആൾ 4. 5 ഇവിടുത്തെ ഗ്യാപ്പ് 14ആയി. ഇവരുടെയൊക്കെ ഗ്യാപ്പിൽ 10ആയി. ഇവിടെ ഗ്യാപ്പ് 20ആയി.
ഇപ്പം ചിലപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. വ്യത്യാസം 5, 5ൻ്റെ ഇരട്ടി 10, 10ൻ്റെ ഇരട്ടി 20, 20ൻ്റെ ഇരട്ടി 40. കൂട്ടി നോക്കാം. 30ഉം 40ഉം 39ൻ്റെ കൂടെ 40 കൂടിയാൽ 79 കിട്ടും. അപ്പോൾ ഈ 74ഉം 79ഉം കൂട്ടിയാൽ ഈ ലോജിക്ക് പ്രകാരം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. 74 പ്ലസ് 79 കൂട്ടിയാൽ 9, 4, 13, 3, 1, 7, 7, 14, 1, 15. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 153. ഇതൊരു വഴി. മറ്റൊരു വഴിയിലും ഇത് ചിന്തിക്കാം. നിങ്ങളിതൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. 3ഉം 7ഉം എന്തെങ്കിലും ബന്ധമുണ്ടോ? എടാ 3 7 3ൻ്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടിയാലാണ് 7 കിട്ടുക അല്ലേ? 3ൻ്റെ ഇരട്ടി 6 പ്ലസ് 1 7. ഇനി 7 16 നോക്കടാ. 7ൻ്റെ ഇരട്ടി 14 നമുക്കറിയാം. അതിൻ്റെ കൂടെ 2 കൂട്ടി 14 പ്ലസ് 2 16 കിട്ടി. ഇനി ഇങ്ങനെ പാറ്റേൺ പോകുന്നുണ്ടല്ലേ. 16ൻ്റെ ഇരട്ടി അതിൻ്റെ കൂടെ 1 കൂട്ടി 2 കൂട്ടി അടുത്തത് 3 കൂട്ടണം. 16ൻ്റെ ഇരട്ടി 32, 32ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 35. അടുത്ത 35ൻ്റെ ഇരട്ടി അല്ലേ? 35ൻ്റെ ഇരട്ടിയുടെ കൂടെ 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി അടുത്തത് 4 കൂട്ടണം. 35ൻ്റെ ഇരട്ടി 70, 70ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 74 കിട്ടി. ഇനി 74ൻ്റെ ഇരട്ടി അതിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി അടുത്തത് 5 കൂട്ടണം. അപ്പോൾ 74ൻ്റെ ഇരട്ടി 70ൻ്റെ ഇരട്ടി 140, 4ൻ്റെ ഇരട്ടി 8, 148 പ്ലസ് 5. അങ്ങനെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 153. അപ്പോൾ 2 തരത്തിലും ചിന്തിക്കാം. സാധാരണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഗ്യാപ്പ് കണ്ടെത്തിയാൽ തന്നെ ഒട്ടുമിക്ക കണക്കുകളുടെ ഉത്തരങ്ങൾ കിട്ടും. ഓക്കെ, ഇതും ഒരു വഴിയാണ്. അപ്പോൾ ഏത് തരത്തിൽ ചിന്തിച്ചാലും ഒരൊറ്റ ഉത്തരത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഓപ്ഷൻ എ 153. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.